ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒരു ഉച്ചയൂണിൻ്റെ ഒരു കറി ഉണ്ടാക്കാം. ക്യാപ്സിക്കം കടലപ്പരിപ്പും ഉണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കൂട്ടാണിത്. അപ്പം ഇതിനു വേണ്ടിയിട്ട് കടലപ്പരിപ്പ് ആദ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിൽ വേവിക്കാൻ ഇടുക. പിന്നെ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക, പിന്നെ സവാള അരിഞ്ഞത് ചേർക്കുക. ഒരു സവാളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു വലിയ സവാളയാണിത്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലോട്ട് തക്കാളി ചേർക്കുക. തക്കാളി ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി ഉള്ളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം പൊടികൾ ചേർക്കണം. മഞ്ഞൾപ്പൊടിയും അതുപോലെ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. വേറെ പൊടികളുടെ ഒന്നും ആവശ്യമില്ല. എരിവ് സാമ്പാർ പൊടിയിൽ തന്നെ ഉണ്ടാവും. ഇനി അഥവാ കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട്. അതിനുശേഷം നമ്മൾക്ക് ഈ ക്യാപ്സിക്കം ഇതിലോട്ട് ചേർക്കാം. ചെറുതായിട്ട് വേണമെങ്കിലും അരിയാം. ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം നമ്മൾക്ക് വേവിക്കുന്നത് നിങ്ങളുടെ വേവിനനുസരിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഒരുപാട് നന്നായിട്ട് കുഴച്ചിട്ടാണ് ഇഷ്ടമെങ്കിൽ നല്ല ഓണം വേവിച്ചെടുക്കാം. പക്ഷേ ഒരു ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതുപോലെ വേവിച്ചെടുക്കാം, കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള അരപ്പ് ചേർക്കണം. തേങ്ങയും പെരുംജീരകമാണ് ഇടുന്നത്, എന്ന് വെച്ചാൽ വലിയ ജീരകം. അതും ഇട്ട് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നമ്മുടെ കടലപ്പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ക്യാപ്സിക്കത്തിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ക്യാപ്സിക്കവും പരിപ്പും എല്ലാം കൂടെ ചേർന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കൊക്കെ ക്യാപ്സിക്കം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്കിനി തേങ്ങയുടെ ആ പേസ്റ്റ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. ഒരുപാട് ചാറാക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ചെറിയൊരു ഇത്തിരി കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം തണുത്ത് കഴിയുമ്പോൾ കട്ടിയാവും, ഇപ്പോൾ വെള്ളമായിട്ട് ഇരിക്കുന്നെങ്കിലും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കടലപ്പരിപ്പും അതുപോലെ ക്യാപ്സിക്കവും ചേർന്നിട്ടുള്ള കൂട്ടാണ്. ഇനി ഇത് നമ്മൾക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ നന്നായിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം, ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. അപ്പം നമ്മൾക്ക് ഇന്ന് ബീട്രൂട്ടിൻ്റെ സൈഡ് ഡിഷാണ് വെച്ചിരിക്കുന്നത്. സാധാരണ ഉപ്പേരിയാണ്, പിന്നെ ഒരു മീൻ വറുത്തതും ഉണ്ട്. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ലഞ്ച് എന്ന് പറയുന്നത്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.